ഹലോ നമസ്കാരം. അപ്പോൾ ഞാനൊരു ചാനലിലൊരു ചർച്ചേനെ പറ്റി ഒരു അഭിപ്രായം പറയാൻ വന്നുള്ളതാണ്. ഇപ്പോൾ അടുത്തിടെ നടന്ന സംഭവം നമ്മുടെ ബസ്സിലെ ഒരു തന്തയില്ലാത്ത സ്ത്രീ എന്ന് വേണേൽ പറയാം. അവർ നല്ല രീതിയിൽ ജനിച്ചതാവില്ല, അതുകൊണ്ടായിരിക്കും അവർക്ക് അങ്ങനെ പെരുമാറേണ്ടി വരുന്നത് ഈ റീച്ചിലേക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അത് കാരണം ആ പെണ്ണിൻ്റെ ഒരു മോശം പ്രവൃത്തി കാരണം ഒരു സാധുവായ മനുഷ്യൻ മരണപ്പെട്ടു പോയി. അപ്പോൾ അതിനെ മുതലെടുത്ത് ഇപ്പോൾ കുറേ വീഡിയോകൾ വരുന്നുണ്ട്. അതിലിപ്പോൾ ഒന്നിപ്പോൾ ചാനലിലൊരു ചർച്ച വന്നിട്ടുണ്ടായി, ഒരു പ്രമുഖ ചാനലിൽ. അപ്പോൾ ആ ചാനൽ പ്രമുഖം എന്ന് പറയാൻ വേറെ ഒന്നല്ല, ഇപ്പോൾ ആരും പേര് പറയില്ല. പ്രമുഖ വ്യക്തി, പ്രമുഖ സ്ഥാപനം, പേര് പറയില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഞാനും പേര് പറയണില്ല, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കും. അപ്പോൾ ഇതിൽ അവർ എന്താണ്, ഈ ഫെമിനിസ്റ്റുകൾ എന്ന് പറയുന്ന കുറേ സ്ത്രീകൾ, അതായത് ഒരു വൃത്തികെട്ട അങ്ങനെ ഞങ്ങൾ മാത്രം മതി എന്ന് ചിന്തിക്കുന്ന ഒരു പ്രത്യേക വിഭാഗം, അവർ വന്നിട്ട് എന്തൊക്കെയോ ഇയാളെ പറ്റിയും മോശമായി പറയുന്നുണ്ട്, ഈ മരിച്ചുപോയ മനുഷ്യനെ പറ്റി. എന്തിനാണ് അപ്പോൾ ഈ ചാനലുകാർ ഇങ്ങനത്തെ ഉള്ള ആൾക്കാരെ, അതായത് അർഹതയില്ലാത്ത ആൾക്കാരെ വിളിച്ചിരുത്തി അട്ടേനെ പിടിച്ച് മെത്തയിൽ കെടുത്തുന്ന പറഞ്ഞ മാതിരി അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വിളിച്ചു വരുത്തുന്നത്? ഇങ്ങനത്തെ ആൾക്കാരൊക്കെ നമ്മളെ എവിടെ നിന്ന് അകറ്റി നിർത്തണം, മനസ്സിലായോ? അപ്പോൾ ആ മനുഷ്യന് ഇനി മരിച്ചു കഴിഞ്ഞിട്ടൊരു ദുഷ്പേര് വരാൻ ഇതുപോലുള്ള ചാനലുകാരും കൂടിയും കാരണമാണ്. അവർ കുറേ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്, കണ്ടു. പക്ഷേ ഈ ഇതിൽ അവർ ഈ ഫെമിനിസ്റ്റുകൾക്ക്, അതായത് ഇങ്ങനത്തെ ഉള്ള സ്ത്രീകൾക്ക്, മോശം സ്ത്രീകൾക്ക്, അവർക്ക് ഇതിനെതിരെ അയാൾക്കെതിരെ ഒരു ആയുധമായിക്കൊണ്ട്, അതായത് അവരെ മോശപ്പെട്ട, അതായത് വിവരമില്ലാത്ത അഭിപ്രായങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് ഈ ചാനൽ മാറണം. അപ്പോൾ എന്തിനാ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്? നല്ല ആൾക്കാരെ വിളിച്ചിട്ട് നല്ല രീതിയിൽ ജനങ്ങൾക്ക് നല്ല സന്ദേശം എത്തിച്ചുകൂടെ അവർക്ക്? ഇവരെന്തിനും ഇങ്ങനെ ചെയ്യുന്നത്? ഒരു മരിച്ചുപോയ മനുഷ്യനെ പറ്റി ഇങ്ങനെ വേണ്ടാധീനം പിടിച്ച് പറയാനുള്ള ഒരു വേദിയാക്കി മാറ്റുന്ന ഒരു ചാനലിനെ. അപ്പോൾ ഇനിയെങ്കിലും ആൾക്കാരെ സെലക്ട് ചെയ്യുമ്പോൾ, ഒരു ചർച്ചയ്ക്ക് സെലക്ട് ചെയ്യുമ്പോൾ അതിന് ക്വാളിറ്റി ഉള്ള ആൾക്കാരെ സെലക്ട് ചെയ്യുക. കണ്ട അണ്ടനെ അടകോടനെയും വിളിച്ചിരുത്തരുത്. അപ്പോൾ ഇതെൻ്റെ ഒരു അഭിപ്രായമാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.